السلام عليكم ورحمة الله وبركاته. അല്ലാഹുവിന്റെ റഹ്മത്ത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന റമദാനിന്റെ ആദ്യ പത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ നിസ്കാര ശേഷവും അല്ലാത്തപ്പോഴുമായി നമ്മൾ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, നീ എനിക്ക് റഹ്മത്ത് നൽകണമേ എന്ന് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. റഹ്മത്ത് കിട്ടാൻ ഒരു വിശ്വാസി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്ന് പ്രാർത്ഥനയാണ്, രണ്ട് പ്രവർത്തനമാണ്. റഹ്മത്ത് കിട്ടാനുള്ള ഏറ്റവും വലിയ പ്രവർത്തനം വിശിഷ്യ വിശുദ്ധ റമദാനിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക എന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ പഠിക്കുക എന്നത് റഹ്മത്ത് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത അലൈഹിമുസ് സകീന വഗശിയത്ഹുമുർ റഹ്മ വഹഫത്തുഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. ഖുർആൻ പഠിക്കാൻ വേണ്ടി കുറെ ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. എന്നിട്ട് അവർ പരസ്പരം ഓതിയും ഓതിക്കൊടുത്തും ഓത്ത് കേട്ടുമൊക്കെ ഖുർആൻ പഠിക്കുന്നു. എന്നാൽ അവർക്ക് കിട്ടാൻ പോകുന്ന 4 ഗുണങ്ങളെ കുറിച്ചാണ് പിന്നീട് പ്രവാചകൻ പറയുന്നത്. ഒന്ന്, നസലത്ത് അലൈഹിമുസ് സകീന. ഖുർആൻ പഠിക്കാനിരിക്കുന്നവർക്ക് അല്ലാഹു സമാധാനം നൽകും. രണ്ടാമത് പറയുന്നു, വഗശിയത്തുഹുമുർ റഹ്മ. അല്ലാഹു അവർക്ക് റഹ്മത്ത് കൊണ്ട് അവരെ മൂടും എന്നാണ്. റഹ്മത്ത് കൊടുക്കും എന്നല്ല, റഹ്മത്ത് കൊണ്ട് അല്ലാഹു അവരെ മൂടിക്കളയും. മൂന്നാമത്തെ കാര്യം, വഹഫത്തുഹുമുൽ മലായിക. മലക്കുകൾ അവരെ വലയം ചെയ്യും. ഖുർആൻ പഠിക്കാനിരിക്കുന്നവരെ മലക്കുകൾ വലയം ചെയ്യും. ഏറ്റവും പ്രധാനം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അല്ലാഹു തന്റെ അടുക്കലുള്ള മുഴുവൻ ആളുകളോടും ഈ ഖുർആൻ പഠിക്കാനിരിക്കുന്നവരെ സംബന്ധിച്ച് അഭിമാനം പറയുകയും ചെയ്യും എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ എത്രമേൽ പ്രാധാന്യമുള്ളതാണോ അത്രമേൽ പ്രാധാന്യം ഖുർആൻ പഠിക്കുന്നതിനുമുണ്ട്, ഖുർആൻ പഠിക്കാനിരിക്കുന്നവർക്കുമുണ്ട്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, അവർക്ക് സമാധാനം ഉണ്ടാകും. രണ്ട്, അവർക്ക് റഹ്മത്ത് കൊണ്ട് അവരെ അല്ലാഹു കവർ ചെയ്യും. മൂന്ന്, മലക്കുകൾ അവരെ പ്രൊട്ടക്ട് ചെയ്യും. 4, അല്ലാഹുവിന്റെ അടുക്കൽ അല്ലാഹു അവരെ കുറിച്ച് തന്റെ എല്ലാ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും ചെയ്യും. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഖുർആനിൽ ഏറ്റവും പരിചിതമായ ഒരു അധ്യായം ഉണ്ടല്ലോ, സൂറത്തുർ റഹ്മാൻ. എല്ലാവർക്കും അറിയാവുന്ന ഒരു അധ്യായമാണ്. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ വെച്ച് ഒരു വിശ്വാസിക്ക് ഓതാൻ സാധിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ത്വാഹയാണെന്നും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഏതായാലും സൂറത്തുർ റഹ്മാൻ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സൂറത്താണ്. ഖുർആനിലെ പുതിയാപ്പള എന്നറിയപ്പെടുന്ന അധ്യായമാണ്. ആ സൂറത്ത് തുടങ്ങുന്നത് നമുക്കൊക്കെ അറിയാം. അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. ആദ്യം അല്ലാഹു പരിചയപ്പെടുത്തുന്നത് റഹ്മാനിനെയാണ്. കരുണ ചെയ്യുന്ന റബ്ബിന്റെ റഹ്മത്തിന്റെ വിശേഷണം കൊണ്ട് സിദ്ധിച്ച
അർ-റഹ്മാൻ, അല്ലാഹു റഹ്മാനാണ്. ആദ്യം അല്ലാഹുവിന്റെ റഹ്മത്ത് പറയുന്നു. തൊട്ടടുത്ത് അല്ലാഹു പറയുന്നത് എന്താണെന്ന് അറിയുമോ? അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചവനാണ്. ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ അവൻ സൃഷ്ടിച്ചവനുമാണ് എന്നാണ്. ഈ ആയത്തിന്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ആദ്യം അല്ലാഹു അവന്റെ റഹ്മത്ത് പരിചയപ്പെടുത്തുന്നു. തൊട്ടടുത്ത് അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചതിന്റെ പ്രാധാന്യമാണ് പറയുന്നത്. അല്ലാഹ് ആരാണെന്ന് അറിയുമോ? അവൻ ഖുർആൻ പഠിപ്പിച്ചവനാണ്. പിന്നെയാണ് പറയുന്നത് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് എന്ന്. സത്യത്തിൽ ഖുർആൻ പഠനവും മനുഷ്യന്റെ സൃഷ്ടിപ്പും കൂടിയാൽ ആദ്യം നടന്നിരിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പാണ്. പിന്നീടാണ് ഖുർആന്റെ പഠനം നടക്കുന്നത്. പക്ഷേ സൃഷ്ടിപ്പിനെ അല്ലാഹു മാറ്റിവെച്ചു. അതിനേക്കാൾ മുമ്പ് ഖുർആൻ പഠിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞു. കാരണം ഖുർആൻ പഠിപ്പിക്കുക എന്ന് പറയുന്നതും ഖുർആൻ പഠിക്കുക എന്ന് പറയുന്നതും അത്രമേൽ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു അതിനെ ആദ്യം പറഞ്ഞത് എന്ന് തഫ്സീറിന്റെ ഇമാമുകൾ നമ്മെ പഠിപ്പിക്കുകയാണ്. റഹ്മത്ത് കിട്ടാനുള്ള വഴിയും അല്ലാഹു ഏറ്റവും ഉത്കൃഷ്ടമായ കർമ്മമാക്കിയതിന്റെ പൊരുളും ചേർത്ത് വെക്കുന്ന ഒരധ്യായത്തിന്റെ ആരംഭമാണ് സൂറത്തുർ റഹ്മാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാൻ ഖുർആൻ പഠിക്കുന്നവരും ഖുർആൻ പഠിപ്പിക്കുന്നവരുമാണ്. ഖൈർ എന്ന സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ ഏറ്റവും ഉത്കൃഷ്ടർ ഖുർആൻ പഠിക്കുന്നവരാണ്, പഠിപ്പിക്കുന്നവരാണ്. ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ബസറയിലെ അമീറായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലെ അത്രമേൽ ഉത്തരവാദിത്തമുള്ള ബസറയിലെ അമീറായിരുന്നു അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു. അത്രമേൽ ഉത്തരവാദിത്തം ഉണ്ടായിട്ട് പോലും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു കാലങ്ങളോളം ഖുർആൻ പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ മഹാനവറുകൾ മറുപടി പറഞ്ഞത് ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. അതുകൊണ്ട് എന്നെ ഇവിടെ ഇങ്ങനെ ഖുർആൻ പഠിപ്പിക്കാൻ ഇരിപ്പിക്കാനുള്ള കാര്യം, ഇത്രമേൽ ഉത്തരവാദിത്തം ഉണ്ടായിട്ടും ഞാനൊരു ഖുർആൻ അധ്യാപകനായിട്ട് ഇവിടെ ചടഞ്ഞു കൂടിയിരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറഞ്ഞ ഹദീസാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു എന്നെ ഇമാം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയും, അങ്ങനെ ഞാൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്നോട് ചോദിച്ചു, അബൂ മൂസ അശ്അരി നീ വരുമ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അവിടെ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നഹു കയ്യിസുൻ, അദ്ദേഹം വലിയ ബുദ്ധിമാനാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നഹു കയ്യിസുൻ, അയാൾ വലിയ ബുദ്ധിമാനാണ്. എന്തുകൊണ്ട്? ഇത്രയും കാലം ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് പറയുന്നത് ഖുർആൻ പഠനത്തിന്റെ ശ്രേഷ്ഠതയാണ് മഹാനവറുകൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പഠിക്കാൻ അവസരം ഉണ്ടാവുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലായ്പ്പോഴും റസൂലുള്ളാഹിക്ക് ഒരു തവണ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി കൊടുക്കുമായിരുന്നു, കേൾക്കുമായിരുന്നു. റമദാൻ ആകുമ്പോൾ 2 തവണ ആ പ്രവൃത്തി ആവർത്തിക്കുമായിരുന്നു. കാരണം റമദാൻ എന്ന് പറയുന്നത് ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെയുള്ള സമയമാണ്. അതുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകൾ പോലും ആ സമയം ഖുർആനിനെ കൂടുതൽ മുദാറസത്ത് ചെയ്യാൻ, പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ അവസരങ്ങൾ കണ്ടെത്തിയിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സന്തത സഹചാരിയാണ്, തന്റെ ഏറ്റവും കൂടുതൽ കൂടെ പ്രവർത്തിക്കുന്ന സഹചാരിയാണ്. ഒരിക്കൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഇഷ്ട സഹചാരിയായ സുഹൃത്തായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ തന്നിലേക്ക് കൂട്ടിപ്പിടിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നുണ്ട്, വമ്മനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, എന്റെ ഈ സുഹൃത്തിന് നീ ഖുർആൻ നന്നായി പഠിപ്പിച്ചു കൊടുക്കണേ. ഇഷ്ടപ്പെട്ട ഒരാൾക്ക് അല്ലാഹുവിന്റെ റസൂൽ ദ്വാരക്കുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാവണം. അങ്ങനെയാണല്ലോ ഒരാൾക്ക് തന്റെ അടുത്ത സുഹൃത്താണെങ്കിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്, അയാൾക്ക് വേണ്ടി കൊടുക്കുന്നത്, അയാൾക്ക് വേണ്ടി ചെയ്യുന്നത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും. ബഹുമാനപ്പെട്ടവർക്ക് റസൂലുള്ളാഹി ദ്വാരക്കുന്നത് സമ്പത്ത് കൊടുക്കണേ എന്നല്ല, സ്വാധീനം കൊടുക്കണേ എന്നല്ല, എന്റെ ഈ സുഹൃത്തിന് നീ അൽ കിതാബ് പഠിപ്പിക്കണമേ. ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇവിടെ അൽ കിതാബ് കൊണ്ട് ഉദ്ദേശം ഖുർആനാണ് എന്ന്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ അടുത്ത സുഹൃത്തിന് ദ്വാരം കൊടുത്തത് ഖുർആൻ നന്നായി പഠിക്കുന്ന ആളാവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാഹുവിനെ ഒരു സത്യവിശ്വാസി തന്നോട് ഏറ്റവും അറിയുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിനക്കുള്ള എല്ലാ പേരും വെച്ചിട്ട് നിന്നെ ഞാൻ ചോദിക്കുന്നു. വല്ലാത്ത ഹൃദയഭേദമായ ഒരു പ്രാർത്ഥനയാണത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. റസൂലേ, നിന്നോട് ഞാൻ ചോദിക്കുന്നു, നിന്റെ പേരൊക്കെ എന്താണോ ആ എല്ലാ പേരുകൊണ്ടും വസമ്മൈത ബിഹി നഫ്സക, നിനക്ക് വേണ്ടി നീ വെച്ച പേരെന്തുണ്ടോ അതുകൊണ്ടൊക്കെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ആ പ്രാർത്ഥനകൾക്കിടയിൽ ഇങ്ങനെ ഒരു ഭാഗം വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഭാഗം വരുന്നുണ്ട്, നീ ഈ ഖുർആനിനെ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തല്ലോ, അതുകൊണ്ട് നിന്നോട് ഞാൻ ദുആ ചെയ്യുന്നു. അതിലെടുത്തു പറഞ്ഞ അല്ലാഹുവിനെ പരിചയപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം നിന്റെ കിതാബ് നീ പഠിപ്പിച്ചു കൊടുത്തല്ലോ എന്നാണ്. അപ്പോൾ ഖുർആൻ പഠിക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ഇതൊക്കെ ഏറ്റവും സവിശേഷമായ സൽക്കർമ്മമായി അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ റമദാൻ ഖുർആനിന്റെ മാസമാണ്. ഓതിക്കൊണ്ടേ നമ്മൾ ഇരിക്കുന്നു. ശത്രു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ്. പ്രിയപ്പെട്ടവരെ, ഈ റമദാൻ വന്നിട്ട് ഒരു സൂറത്തുൽ ഫാത്തിഹ നേരെ ചൊവ്വേ ഓതാൻ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ഹതഭാഗ്യരാണ്, നമ്മൾ എത്ര ഹതഭാഗ്യരാണ്. ഞാൻ പതിവ് പോലെ പറയുന്നു, അല്ലാഹുവിന്റെ കലാം ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് നമ്മൾ പൈസ കൊടുത്ത്, നമ്മൾ ചെലവ് കൊടുത്ത്, നമ്മൾ സ്നേഹിച്ച്, നമ്മൾ ബഹുമാനിച്ച്, നമ്മൾ തർബിയത്ത് ചെയ്ത് ആലിമീങ്ങളും ഹഫീദുകളും നമ്മുടെ നാട്ടിൽ നിന്ന് പുറം ലോകത്തേക്ക് പോകുന്നു. നമ്മളോ ഒരു ഫാത്തിഹ പോലും നേരെ ചൊവ്വേ ഓതാൻ അറിയാതെ നമ്മൾ കാലം കഴിച്ചു പോകുന്നു. നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതിന് കൃത്യമായ മറുപടി നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് മുതൽ ഖുർആൻ പഠിക്കാനുള്ള ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ആര് ചേരണമെന്ന് സ്വന്തം തീരുമാനിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ ഖുർആനിന്റെ മാസം വന്ന് ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കാനും അവസരം കൊടുക്കുന്ന നാട്ടിലെ ആളുകൾ എന്ന നിലയിൽ ഒരു 10-20 മിനിറ്റ് ഒരു ഫാത്തിഹ ഒന്ന് നന്നായി ഓതാൻ പഠിക്കാൻ, ലജ്ജയില്ലാതെ പ്രയാസമില്ലാതെ ഞാൻ എൻ്റെ ഫാത്തിഹ ശരിയാക്കും എന്ന ദൃഢതയിൽ ക്ലാസുകളിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവസരം ഇവിടെ ഒരുക്കപ്പെടുന്നു. നമ്മുടെ കുട്ടികൾ ഖുർആൻ പഠിപ്പിക്കാനുള്ള ക്ലാസുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഞാനുണ്ട് എന്ന് പറഞ്ഞ് മത്സരിക്കേണ്ടവരൊക്കെ മത്സരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഖുർആൻ പഠനം. സൂറത്തുൽ ഫാത്തിഹ ഒരു വിശ്വാസി നിർബന്ധമായും ജീവിതത്തിൽ ഖുർആനിൽ നിന്ന് നിർബന്ധമായി ഓതേണ്ടുന്ന ഏക സൂറത്ത് ഫാത്തിഹ മാത്രമാണ്. വേറൊന്നും ഓതൽ നിർബന്ധമില്ല. ഈ 114 സൂറത്തുകളിൽ ഒരു വിശ്വാസി നിർബന്ധമായി ഓതേണ്ട സൂറത്തുൽ ഫാത്തിഹയാണ്. അത് നേരെ ചൊവ്വേ ആയിട്ടില്ലെങ്കിൽ ഫാത്തിഹ ശരിയാവുകയില്ല. ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ ഇന്നലത്തെ എന്റെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന് അത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവസരം കിട്ടിയിട്ട് പഠിക്കാത്തവരും അവസരമില്ലാത്തവനും കർമ്മശാസ്ത്രത്തിൽ 2 തരത്തിലാണ് അതിനെ പറയുന്നത്. അവസരം കിട്ടിയവനും അവരുടെ ഫാത്തിഹ ശരിയാവുകയില്ല എന്ന് തന്നെയാണ്.
അതുകൊണ്ട് ഫാത്തിഹ ശരിയാവാതെ നിസ്കരിച്ചിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ എന്റെ ഫാത്തിഹ ഒന്നും ശരിയല്ലല്ലോ എന്ന് പറയുമ്പോൾ പ്രശ്നനെ എനിക്ക് പഠിക്കാൻ അവസരം ഉണ്ടാകില്ല. പറയാൻ സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? നെഞ്ചത്ത് കൈവച്ചുകൊണ്ടെന്ന് ആലോചിക്കുക. അതുകൊണ്ട് ഈ ക്ലാസ് കഴിഞ്ഞാൽ അധികം സമയമില്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വളരെ കുറഞ്ഞ സമയം നിർബന്ധമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ പഠിക്കാനും ഓതാനും മനസ്സിലാക്കാനും ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നു. സന്തോഷത്തോടെ, ലജ്ജയില്ലാതെ. ലജ്ജ എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾക്കാണ്, നല്ല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാനല്ല. ഒരു തെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലജ്ജയുണ്ടാവേണ്ടത്. നമ്മൾ ഖുർആൻ പഠിക്കാൻ വരിക, അറിയാത്തത് പഠിക്കാൻ വേണ്ടി വരിക, അതിൽ നിന്ന് ഇരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ഗുണമാണ് നേരത്തെ ഞാൻ എണ്ണി പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല, മുത്ത് ഹബീബുനാ റസൂലുള്ളാഹി നമ്മെ പറഞ്ഞത്. അതുകൊണ്ട് ഇന്ന് നടക്കുന്ന ഖുർആനിക ക്ലാസ്സുകളിൽ സജീവമായി നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഓതാൻ അറിയുന്നവരും പങ്കെടുത്താൽ അവർ മനോഹരമായി ഓതുന്നത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഓതാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. ഓതുന്നവർക്ക് അഹങ്കാരം ഉണ്ടാകരുത് എന്നേ ഉള്ളൂ. വളരെ സൗമ്യമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉദാസത്ത് നടത്തി നമ്മുടെ ഫാത്തിഹയൊക്കെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുക. പടച്ച തമ്പുരാൻ നമ്മുടെ ഇൻസൽ സംരംഭത്തെ അവന്റെ സൗഭാഗ്യ സദസ്സിലായി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങൾ പറഞ്ഞ സകല നന്മകളും ചേർത്ത് വെക്കുന്ന വിശുദ്ധ റമദാനിന്റെ ഖുർആൻ പഠിതാക്കളിൽ ഖുർആനിക സംരക്ഷണം ഏറ്റെടുത്ത നാട്ടുകാർ എന്ന നിലയിൽ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സദുദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.